ആരുടെ വിയോഗവും വേദനിപ്പിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഉറ്റവർക്കും സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ. അങ്ങനെയൊരു മരണം എവിടെ നടന്നാലും അതിനോട് അനുതാപപൂർണമാണ് നമ്മളൊക്കെ പ്രതികരിക്കാറുള്ളത്. അങ്ങനെ പ്രതികരിക്കാനാണ് സംസ്കൃത മനസ്സ് നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന മട്ടിൽ രാഷ്ട്രീയ പ്രേരിതമായി ആക്ഷേപമുന്നയിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെയോ അത്തരത്തിൽ നാടിൻ്റെയോ ദുരന്തങ്ങളെ ദുരുപയോഗിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഹീനമായ നടപടിയാണ് എന്ന് പറയാതെ വയ്യ. അത്തരമൊരു ഹീനമായ ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത കഴിഞ്ഞ ദിവസം ജീവനൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ 7-ാം തീയതിയാണ് വിഷം അകത്ത് ചെന്ന നിലയിൽ അവരെ ആശുപത്രിയിലാക്കിയത്. 1-2 ദിവസം ജീവനു വേണ്ടി പൊരുതിയ അവർ ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ഇന്നാണ് ആ വിഷയം എടുത്തുയർത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലെ ജീവനക്കാരോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു, അവരെ പീഡിപ്പിക്കുന്നു, അവരെ പല ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നു, അവർക്ക് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നു. ആ മാനസിക പ്രയാസത്തിൽ മനംനൊന്താണ് ആശാലത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന മട്ടിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പരാമർശങ്ങൾ ഉണ്ടായത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? ആത്മഹത്യ ചെയ്ത ആശാലത കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്കാണ്. അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ അവരെ പിന്നീട് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റി. ആ മാറ്റം നടന്നത് 2 മാസം മുമ്പാണ്. ആ സ്ഥലം മാറ്റത്തിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതിന് ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ ആശാലതയെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിഭാഗത്തിൽ നിന്ന് എൻഡോസൾഫാൻ സെല്ലിലേക്ക് സ്ഥലം മാറ്റുന്നത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായ അധികാരം അക്കാലത്തുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ സ്വാഭാവികമായ ഒരു സ്ഥലം മാറ്റം എന്ന് അനുമാനിക്കാനാണ് ഈ സാഹചര്യം നമ്മളോട് പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ ട്രാൻസ്ഫർ നടന്നത് എപ്പോഴാണ്? മെയ് മാസം 12-ാം തീയതിയാണ്. മെയ് മാസം 12-ാം തീയതി വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ? അല്ല. പിണറായി വിജയൻ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായി വന്നപ്പോൾ രാജിവെച്ച് പുതിയൊരു ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നത് വരെയുള്ള കെയർടേക്കർ അവസ്ഥയിലാണ് ആ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ്? മെയ് മാസം 18-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ആശാലതയുടെ ട്രാൻസ്ഫർ വന്നതിനും 6 ദിവസം കഴിഞ്ഞാണ് വി.ഡി. സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത്. ഇനി ആശാലത തന്നെ തൻ്റെ ആത്മഹത്യയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർ ഒടുവിൽ രേഖപ്പെടുത്തിയ മരണമൊഴിയിൽ അവർ പറയുന്നത് കുടുംബത്തിൽ നിന്നും ഓഫീസിൽ നിന്നും തനിക്ക് ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദവും ഉണ്ടായി എന്നാണ്. അതാണ് തൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് അവർ പറയുന്നു. പക്ഷെ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു വ്യക്തിയെയും കുറ്റപ്പെടുത്തുന്നില്ല. തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം വീട്ടിലും ഓഫീസിലും തനിക്ക് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലാണ് എന്നാണ് അവരുടെ മരണമൊഴി പറയുന്നത്. ഇതാണ് പശ്ചാത്തലമെന്നിരിക്കെ ആ മരണത്തെ, ആ ആത്മഹത്യയെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ആശാലത വീട്ടിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് അവർ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതേസമയം ഓഫീസിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള അന്വേഷണം ADM-ൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ജീവനക്കാരിക്കെതിരായി അത്തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട്, യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് താരതമ്യേന ജോലിഭാരം കുറഞ്ഞ ഒരു പദവിയിലേക്ക്, കളക്ടറേറ്റിലെ തന്നെ മറ്റൊരു പദവിയിലേക്ക് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ ഫലത്തിൽ തുടരുന്നൊരു കാലയളവിൽ നടന്ന ഈ സ്ഥലം മാറ്റത്തെ ഇപ്പോൾ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുക, ഗവൺമെൻറ്റിനെതിരായി താറടിച്ച് കാണിക്കാൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്
തീർത്തും നീചമായ പ്രവൃത്തിയാണ് എന്ന് ആവർത്തിക്കട്ടെ.